വീട്ടിൽ കറി വെക്കാനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കുമ്പളങ്ങ ഞാനൊരു ചെറിയൊരു കഷ്ണം അടിച്ച് മാറ്റിയിട്ടാ ഉമ്മടുത്ത് ഞാൻ പറഞ്ഞിരുന്നു മുഴുവനും കറിയിലിടല്ലേ ഒരു ചെറിയൊരു കഷ്ണം അവിടെ വെക്കുക അത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അത് വെച്ചെങ്ങാണ്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. കുമ്പളങ്ങ ജ്യൂസ് ഇതുവരെ കുടിച്ചിട്ടില്ലാത്തവർ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഈ സാധനം തടി കുറയാനൊക്കെ നല്ലതാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാലൊന്നും ഒരിക്കലും തടി കുറയൂല കേട്ടോ. പക്ഷെ നമുക്ക് ആരെങ്കിലും വല്ല വിരുന്നുകാരൊക്കെ വന്നാലും ഓൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയതാ ഇതുപോലെ ഒരു സോസ് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്നങ്ങോട്ട് നന്നായി വറ്റിച്ചെടുക്കാം കേട്ടോ വെള്ളം. ഇനി നമുക്ക് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഓവറായിട്ട് കുക്കായിട്ടില്ല. ഈ സാധനം പച്ചക്കും കഴിക്കുന്നതാണ് കേട്ടോ ചിലവരൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിത് ഓവറായിട്ട് കുക്കായിട്ടില്ലാത്ത കുമ്പളങ്ങയാണ് കേട്ടോ. നന്നായിട്ട് പാകമായാലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിന് പകരം ഇനിയിപ്പോൾ ഏലക്കായ ചേർത്താലും ഒരു കുഴപ്പമില്ല. പിന്നെ അതിലോട്ട് നമുക്ക് നല്ല തണുത്ത പാലാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലോണം കുമ്പളങ്ങ വേവാത്തതുകൊണ്ട് ചെറിയൊരു തരുതരുന്നനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് അങ്ങനെ കുടിക്കേണ്ടവർക്ക് അങ്ങനെയും കുടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നല്ല കുറുകിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫോളോ കൂടി ചെയ്യണേ. താങ്ക് യു.